സുഭാഷിതം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ദാറ്റ് വിച്ച് ഈസ് ബോൺ ഓഫ് ദ ഫ്ലെഷ് ഈസ് ഫ്ലെഷ്, ആൻഡ് ദാറ്റ് വിച്ച് ഈസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ് ഈസ് സ്പിരിറ്റ്. യേശു കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞ ഒരു വാചകമാണ് നാം വായിച്ചത്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരുന്നു നിക്കോദിമോസ് എന്ന 1-ാം വാക്യത്തിൽ കാണുന്നു. അദ്ദേഹം രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നു. സ്വന്തം മതസമൂഹത്താൽ നിരസിക്കപ്പെടുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്യുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കാം രാത്രിയിൽ നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വന്നത്. ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് യേശു കർത്താവെന്നുള്ള വിശ്വാസം നിക്കോദിമോസിനുണ്ടായിരുന്നു. യേശുവിനെ കണ്ട മാത്രയിൽ അദ്ദേഹം പറയുന്നത്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം നിന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അദ്ദേഹത്തോട് പ്രതികരിച്ചത്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇതിന്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായില്ല. മനുഷ്യൻ വൃദ്ധനായ ശേഷം രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിക്കുന്നു. അതിന് കർത്താവ് കൊടുത്ത മറുപടിയാണ് നാം കുറിവാക്യമായി വായിച്ചത്. ഭൗതിക ജനനവും ആത്മീയ ജനനവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ വാക്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 2 മേഖലകളും അടിസ്ഥാനപരമായി വ്യത്യസ്തമാണെന്നുള്ളത് ഒരു തത്വമാകുന്നു. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. യഹോവയായ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ജീവശ്വാസത്തിൽ മനുഷ്യനൊരു ആത്മാവിനെയും ദൈവം നൽകി. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം എന്ന് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നു. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. ജഡം എന്നത് ഇവിടെ ഭൗതിക ശരീരത്തെയും മനുഷ്യ പ്രകൃതിയെയും സൂചിപ്പിക്കുന്നു. മനുഷ്യർക്ക് മാത്രമേ മനുഷ്യരെ ജനിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ ആത്മാവിന് മാത്രമേ ആത്മീയ ജീവികളെയും ജനിപ്പിക്കുവാൻ കഴിയൂ. ഒരു ജഡീക മനുഷ്യന് ആത്മീയ ജനനം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദൈവം ആത്മാവാകുന്നു. മനുഷ്യാത്മാവ് ആത്മാവാം ദൈവത്തെ തിരിച്ചറിയണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതാണ് ആത്മീയ ജനനം. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ജഡ സ്വഭാവത്തെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുന്നു. ആദാം ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമായി മനുഷ്യവർഗം പാപികളായി ജനിക്കപ്പെടുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ പാപവഴികളെ വിട്ട് ജീവിക്കുവാൻ തീരുമാനിക്കുകയും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ അവസ്ഥയാണ് വീണ്ടും ജനനമെന്ന് ഉദ്ദേശിക്കുന്നത്. നാം ചിന്തിക്കുന്ന അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിക്കോദിമോസിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് അതുതന്നെയാകുന്നു. ആത്മാവിനാൽ ജനിക്കപ്പെട്ടവരാണ് ആത്മാവാം ദൈവവുമായി ബന്ധപ്പെടുന്നത്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവുമാകുന്നു. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല, നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരത്രേ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ്ദാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ആകയാൽ നാം ജഡസ്വഭാവമുള്ളവരായിട്ടല്ല, ആത്മസ്വഭാവമുള്ളവരായി ആത്മാവാൻ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, ആത്മസ്വഭാവത്തിൽ ജീവിപ്പാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.
സ്നേഹത്താൽ ഞരങ്ങുന്നുവോ ആത്മാവേ ഉള്ള മതി